പുറപ്പേട്ട ബുജാഹിലുടൻ കിബിർ പൊങ്കിയലുന്ത് ലിബാസ് ചമൈന്ത് പുതുമാഹസബിട്ടുകൾ ബെയ്ത്ത ഹരീറുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പൊതുവായെടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി പുറപ്പേട്ട ബുജാഹിലുടൻ കിബിർ പൊങ്കിയലുന്ത് ലിബാസ് ചമൈന്ത് പുതുമാകസബിട്ടുകൾ ബെയ്ത്ത ഹരീറുമുടുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉള്ള മേൽമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പൊതുവായെടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വ്യക്തിപരമായി ഒരാളെ മോശക്കാരനാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമല്ല. അതുകൊണ്ടായിരുന്നു കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ ലീലാവിലാസങ്ങൾ നമുക്കറിയാമായിരുന്നിട്ടും നമ്മൾ മൂടിവെച്ചത്. പക്ഷേ ഇന്നലെ മുതൽ കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് പിശാചുബാധ ഏറ്റിരിക്കുകയാണ്. പിശാചുബാധ ഏൽക്കാൻ കാരണം മറ്റൊന്നുമല്ല, ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ഒന്നൊന്നര വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി കോമാട്ടുചാലിൽ അബ്ദുള്ളക്കും കുരുവട്ടൂരി വ്യാജ ത്വരീഖത്തുകാർക്കും നന്നായി കൊണ്ടിട്ടുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുക്കാനാകാതെ കുരുവട്ടൂരി വ്യാജ ശൈഖ് കോമാട്ടുചാലിൽ അബ്ദുള്ള ഇളിഭ്യനായിരിക്കുകയാണ്. കോമാട്ടുചാലിൽ അബ്ദുള്ളയെ സംബന്ധിച്ച് അവൻ തന്നെ ധാരാളം കറാമത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയെന്ന പച്ചക്കള്ളം അതെന്റെ കറാമത്താണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള. ആ കോമാട്ടുചാലിൽ അബ്ദുള്ളയെ അവൻ തന്നെ പേര് പറയാൻ മടിക്കുന്ന അവന്റെ കുറെ മശായിഖന്മാരുണ്ടത്രേ. അവൻ പേര് പറയാൻ മടിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഇപ്പം ഹയാത്തിലിരിക്കുന്ന വേറെ ഉന്നതന്മാരുണ്ട്, ഓലൊന്നും പേര് തന്നെ പറയണേ ചിലപ്പോ ചീത്തേക്കും. ഇന്നെന്തിനാ അങ്ങനെ പറഞ്ഞതാക്കേണ്ടിയില്ല എന്നറിയും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല. എന്നുണ്ട് ആ മഹാന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കളിയാക്കുക. ഇത് പേര് പറഞ്ഞാൽ ചീത്ത കേൾക്കുമെന്നുള്ളത് കൊണ്ടല്ല, പേര് പറഞ്ഞാൽ ജനങ്ങൾ കാർക്കിച്ച് തുപ്പുമെന്ന് കോമാട്ടുചാലിൽ അബ്ദുള്ളക്ക് നന്നായിട്ട് അറിയാം. അത്രയും മോശക്കാരാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള. മശായിഖന്മാരായി കൊണ്ടു നടക്കുന്നവർ നമ്മൾ ആരുടെയൊക്കെയാണ് ഫോട്ടോ കാണിച്ചിട്ടുള്ളത്? ഒന്ന് കോമാട്ടുചാലിൽ അബ്ദുള്ള, അവൻ കാട്ടുകള്ളനാണെന്നാണ് വൈലത്തൂർ തങ്ങളുപ്പാപ്പ പറഞ്ഞത്. രണ്ടാമത് കാണിച്ചത് ബീരാണ്ടി കാലം ചെയ്തു പോയി. മൂന്നാമത് കാണിച്ചത് മീനങ്ങാടി സുലൈമാനാണ്. അവൻ കള്ളനാണെന്നും അവനെ അടിച്ചു പുറത്താക്കണമെന്നും പറഞ്ഞത് മഹാനായ ശംസുൽ ഉലമയാണ്. ഈ 3 പേരുടെ ഫോട്ടോയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ആ കാണിച്ചതിനെയാണ് ഇവൻ മശായിഖന്മാരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് കളിയാക്കുന്നു എന്ന് പറഞ്ഞത്. അവരെയാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് വെല്ലുവിളിച്ചിട്ടുള്ളത്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മീനങ്ങാടി സുലൈമാനും കോമാട്ടുചാലിൽ അബ്ദുള്ളയും കള്ളന്മാരല്ല മശായിഖന്മാരാണെന്ന് തെളിയിക്കാൻ സാക്ഷാൽ കോമാട്ടുചാലിൽ അബ്ദുള്ളക്കോ മീനങ്ങാടി സുലൈമാനോ കഴിഞ്ഞില്ല. ആ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടി ശൈഖുന കാന്തപുരം ഉസ്താദിനെ പച്ചത്തെറിയാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള വിളിച്ചിട്ടുള്ളത്. ഒരാൾ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയില്ല എങ്കിൽ ശംസുൽ ഉലമയും വൈലത്തൂർ തങ്ങളും പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുകയല്ലേ വേണ്ടത്. പകരം മീനങ്ങാടി സുലൈമാനും കോമാട്ടുചാലിൽ അബ്ദുള്ളയും ഷെയ്ഖാണെങ്കിൽ ഔലിയാക്കൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരു കറാമത്ത് നിങ്ങൾ കാണിച്ചു തരൂ എന്ന് വെല്ലുവിളിച്ച ശൈഖുന കാന്തപുരം ഉസ്താദിനെ തെറി പറയുകയാണോ വേണ്ടത്? അങ്ങനെ തെറി പറഞ്ഞത് കൊണ്ടാണ് കോമാട്ടുചാലിൽ അബ്ദുള്ള ആരാണെന്ന് ഒന്നുകൂടി ജനങ്ങൾ തിരിച്ചറിയട്ടെ, അവന്റെ യഥാർത്ഥ മുഖം ജനങ്ങളൊന്ന് കാണട്ടെ എന്ന് മനസ്സിലാക്കി മാത്രമാണ് അവന്റെ ലീലാവിലാസങ്ങൾ പുറത്തുവിടുന്നത്. അത് എന്റെ ഇഷ്ടപ്രകാരമല്ല, കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരമാണ്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ പറയുകയും. അപ്പോൾ അതും ക്ലിയറായി. കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ ലീലാവിലാസങ്ങൾ ഞാൻ പറയുന്നത് കോമാട്ടുചാലിൽ അബ്ദുള്ള തീരുമാനിച്ചിട്ടാണല്ലോ. കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ ലീലാവിലാസങ്ങൾ
കോമാട്ടിന്റെ തീരുമാനപ്രകാരം ഞാൻ പരസ്യപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഈ കോമാട്ടുചാലിൽ അബ്ദുള്ള ദുബൈയിലുള്ള ഗ്ലോബൽ വില്ലേജിൽ പോയി മദാമമാരുടെ നഗ്നമേനി കണ്ട്, നഗ്നകളായ നർത്തകിമാരുടെ നൃത്തം കണ്ട് അതിനനുസരിച്ച് നൃത്തമാടിയ കോമാട്ടുചാലിൽ അബ്ദുള്ള അവന്റെ പോക്കിനെ സംബന്ധിച്ച് പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് കേൾക്കുക. ശേഷം ലീലാവിലാസങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ തൊപ്പിട്ട് പോയതിനാ പ്രശ്നം. എടാ എങ്ങോട്ടാ പോണ്ടേ, ഇപ്പൊ ഏതിട്ടാ പോണ്ടെന്ന് എനിക്കറിയാം. ഇജ്ജ് എന്നെ പഠിപ്പിക്കല്. ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ അങ്ങോട്ട് യോജിച്ച കോലം ഇട്ടിട്ട് പോയാൽ നമ്മക്കറിയാലോ. ബന അതിന്റെ ആൾക്കാര്, ഞങ്ങൾ അതിന്റെ ആൾക്കാരല്ല. നീ തന്നെയാണ് കോവളത്തേക്കും ഗ്ലോബൽ വില്ലേജിലേക്കും ചുവന്ന തെരുവിലേക്കും നിന്റെ പല കാമുകിമാരുടെ അടുത്തേക്കും പോകുമ്പോൾ ഏത് വേഷത്തിലാണ് നീ പോകേണ്ടത് എന്ന് നീ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അവസരത്തിനൊത്ത് പല കോലവും കെട്ടുന്നവനാണ് നീ എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പല കോലത്തിലുമാണ് നീ നടക്കാറുള്ളതെന്നും സ്വന്തം ഭാര്യയുടെ ഔറത്ത് വെളിവാക്കിക്കൊണ്ടാണ് നീ കൊണ്ടുപോയത്. ഇങ്ങനെയൊക്കെ തെമ്മാടിത്തരം ചെയ്യുന്ന നീ ശൈഖാണ്, മുറബിയാണ്, ലോകം നിയന്ത്രിക്കുന്നവനാണ്. വലിയായ എന്നെയും എന്റെ ശൈഖായ മീനങ്ങാടി സുലൈമാനെയും വെല്ലുവിളിച്ചു, ഔലിയാക്കളെ വെല്ലുവിളിച്ചു എന്ന് തോന്നിവാസം പറയുമ്പോഴാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. നീ വലിയുമല്ല, നീ ശൈഖുമല്ല. നിന്റെ ശൈഖായ മീനങ്ങാടിയും കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്ത് തോന്നിവാസം ചെയ്താലും ഞങ്ങളത് ചോദ്യം ചെയ്യുകയില്ല. ഇനി നിന്റെ ലീലാവിലാസങ്ങളുടെ ഒരു വീഡിയോ ആണ് കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിനും ചിലതൊക്കെ പറയാനുണ്ട്. 2 കുട്ടികളുള്ള സ്ത്രീയോട് ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങിയാൽ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് ഇയാൾ ഉറപ്പു നൽകിയിരുന്നു. തന്റെ ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങി 2 മക്കളെ അനാഥകളാക്കി ഇയാളെയും പ്രതീക്ഷിച്ച് ഈ സ്ത്രീ ഇന്നും കാത്തിരിക്കുന്നു. സ്ത്രീ ശബ്ദമായതിനാൽ ശബ്ദം പരസ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഏത് നിമിഷം ഈ സംഭവത്തെ നിങ്ങൾ എതിർക്കുന്നുവോ മിനിറ്റുകളെ കൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ പലതും പറഞ്ഞാൽ നിങ്ങളുടെ കാല് വിറക്കുമെന്ന് ഞങ്ങൾക്കറിയാം. സമൂഹത്തിനിടയിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും തെളിവുകളും കയ്യിലൊതുക്കി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളീയ അന്തരീക്ഷത്തിൽ ഇയാൾ പിഴച്ചതാണെന്നതിനുള്ള ആദ്യ തെളിവ് ഇവൻ തന്നെയാണ്. കേട്ടല്ലോ സഹോദരങ്ങളെ, തമിഴ്നാട്ടിലുള്ള കായൽ പട്ടണത്തുള്ള ഒരു സഹോദരിയാണ് ഇവന്റെ ചതിയിൽ പെട്ടിട്ടുള്ളത്. 5-8 വർഷം മുമ്പാണ് ഈ വീഡിയോ പുറത്തു വന്നത്. ഇത്രയും കാലമായിട്ട് ഇത് നിഷേധിക്കാനോ ഈ തെളിവ് ചോദിക്കാനോ കോമാട്ടുചാലിൽ അബ്ദുള്ള തയ്യാറായിട്ടില്ല. അവന്റെ ഒരൊറ്റ മുരീദന്മാരും തയ്യാറായിട്ടില്ല. ഒരു ചെറിയ ഡോസ് ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്, അത് കേട്ടിട്ട് വരാം. ശാരീരികമായി മാനസികമായി ഇവിടെ നാട്ടിലും അയാളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി. എന്നിട്ടാണ് അയാൾ ലാസ്റ്റ് എന്നെ കല്യാണം കഴിക്കുക. ഞാൻ അവിടെ പോയിട്ട് നിക്കാഹ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് പോയത്. കേട്ടല്ലോ സഹോദരങ്ങളെ, വലിയ ഡോസ് വരാനിരിക്കുന്നതേയുള്ളൂ. നിഷേധിക്കുന്നത് കാണട്ടെ. ഇവനാണത്രേ ഷെയ്ഖ്, ഇവനാണത്രേ മുറബി, ഇവന്റെ ഷെയ്ഖാണത്രേ ജീവിച്ചിരിപ്പുള്ള ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖ്. ഇവരെ വെല്ലുവിളിച്ചത് കൊണ്ട് ഷെയ്ഖുന കാന്തപുര ഉസ്താദ് ഔലിയാക്കളെയാണത്രേ വെല്ലുവിളിച്ചത്. തെമ്മാടികളായ തോന്നിവാസികളായ നിങ്ങളെയാണ് വെല്ലുവിളിച്ചത്. നിങ്ങൾ ഔലിയാക്കളല്ല, തെമ്മാടികളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഞങ്ങളുടെ ശൈഖുനായെ പോലെയുള്ള മഹാന്മാരെ കുറിച്ച് തോന്നിവാസം പറഞ്ഞാൽ ഇതിനേക്കാളും അപകടകരമായ തോന്നിവാസങ്ങൾ നിങ്ങൾ ചെയ്ത തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ധാരണ നിങ്ങൾക്കുണ്ടാകുന്നത് നല്ലതാണ്. വീണ്ടും കുതിര കയറുമ്പോൾ നിങ്ങളുമായി ഏത് തരത്തിലും ഏത് വിധത്തിലും ഏറ്റുമുട്ടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നോർമ്മപ്പെടുത്തി. വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയ പൂന്തോപ്പിലെ ആദരണീയ വ്യക്തിത്വം, യുഗയുഗാന്തരങ്ങളിലെ ഇതിഹാസപുത്രൻ, റഈസുസ്സാഹിദീൻ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടുമാസമാണല്ലോ ഇത്. വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ്. വളരെ വിഷമമുള്ളൊരു കാര്യം, ജീവിതകാലത്ത് CM വലിയുല്ലാഹി തങ്ങളെ കാണാത്ത, പരിചയമില്ലാത്ത
പുതിയ പുതിയ ആളുകളൊക്കെ വന്നിട്ട് മഹാനവറുകളെ ജനമധ്യത്തിൽ ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് ജനങ്ങളിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെടുത്തുന്ന വീഡിയോകളും ചർച്ചകളും കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. മഹാനവറുകൾ ജീവിതകാലത്ത് അൽഹംദുലില്ലാ ഒരുപാട് തവണ ബന്ധപ്പെടാനും അവിടത്തേക്ക് ഒരുപാട് പോകാനും കാണാനൊക്കെ സൗകര്യം കിട്ടി എന്നത് വലിയ നിഅമത്താണ്. പക്ഷെ ആരും അറിയാത്ത കുറെ ആളുകൾ ഇപ്പൊ വന്നിട്ട് കള്ളത്തരീക്കത്തിന്റെ പേരിൽ നമ്മുടെ റാഫിദിയ, ഖവാരിജിയ, അതുപോലെ തന്നെ ഷിയായിസം ഇതൊക്കെ വളർത്തിയെടുക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മുന്നിൽ നിർത്തണം, ഒരു ആത്മീയ വ്യക്തിത്വത്തെ. അതിനുവേണ്ടി മുന്നിൽ നിർത്തിക്കൊണ്ട് CM വലിയുള്ളാഹി തങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കപട തരീക്കത്തുകാർ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരങ്ങൾ കാണുമ്പോൾ വിഷമിക്കുകയാണ്. പക്ഷെ വലിയ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ ഖാദിരിയ, റിഫാഴിയ, നക്ഷബന്ദിയ ഇങ്ങനെ ഒരുപാട് തരീക്കത്തുകളുണ്ട്. ഈ തരീക്കത്ത് ഒരാൾ പിടിച്ചാൽ അതിന്റെ ഒരു ഇജാസത്ത് മേടിച്ചാൽ അവർ നന്നാവുകയാണ്, ദിക്ർ ചൊല്ലി നന്നാവുകയാണ്. കൽബിൽ കിബുറും കുനുറ്റും അസൂയയും തെറിയൊക്കെ ഒഴിവാക്കുകയാണ്. കള്ളത്തരീക്കത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താന്ന് വെച്ചാൽ ആ തരീക്കത്തിൽ കുടുങ്ങിയവരൊക്കെ തെറിയും ഗുണ്ടായിസവും ഓവറാവുകയാണ്, കിബുറും ഓവറാവുകയാണ്. ഹാഫിദ് കുരുവട്ടൂരിന്റെയും നൌഷാദിന്റെയും കുഞ്ഞായ്മന്റെയും മറ്റേ അൻവരിയുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാകും. കുറെ ആളുകൾ അവരുടെ ജീവിതത്തിൽ 24 മണിക്കൂറും ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ പറഞ്ഞ പോലെ ഗീബത്ത് തരീഖത്ത്, ഒരാൾ തരീഖത്തിൽ കയറിയാൽ അയാളുടെ നേതൃത്വത്തിൽ നന്നാവണം എന്നുള്ള എല്ലാവരും ഉദ്ദേശിക്കുക. എല്ലാവിധ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, പക്ഷെ ഞങ്ങളെ റൂട്ട് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കലാണ് യഥാർത്ഥത്തിൽ തരീഖത്ത്. ശരീഅത്ത് എന്തെന്നറിയാത്ത കള്ളത്തരം മാത്രം ജീവിതത്തിൽ പറഞ്ഞു പഠിച്ചൊരു വ്യക്തി തരീഖത്തെറ്റ് നടക്കുമ്പോ തീർച്ചയായിട്ടും അതിന്റെ പിന്നാലെ കൂടുന്ന ആളുകൾ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പിന്മാറ്റാൻ കഴിയില്ല. അതിന്തൊക്കെ ശരീഅത്ത് വിരുദ്ധമായി കണ്ടാലും അതിനൊക്കെ ന്യായീകരിക്കാവുന്ന ഒരു പൈശാചികമായ പിടി അവരുടെ കയ്യിലുണ്ടായതുകൊണ്ടാണ് എന്ത് കാട്ടിയാലും ഷെയ്ഖ് എന്ത് കാട്ടിയാലും പിന്നാലെ കൂടാൻ ഇവർ തയ്യാറാവുന്നത്. പൂക്കടശ്ശേരി ഒരു റഹീം ഉണ്ടായിരുന്നു, കള്ളത്തരീക്കത്തായിട്ട് നടന്നിരുന്നത്. സ്വന്തം ഭാര്യ, അവന്റെ മുരീദന്മാരുടെ ഭാര്യമാരെ വിളിച്ചാൽ അങ്ങോട്ട് പറഞ്ഞയക്കൽ ഭർത്താക്കന്മാരെ കടമയാണ്. കാലടിയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇൻഷാല്ലാ വിശദമായിട്ട് ഇപ്പൊ പറയണില്ല. അതാണ് അവരവസാനം അതിനെതിരെ സ്ത്രീകളുമായിട്ടുള്ള സ്ത്രീലമ്പടത്വം കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ KKM സാജി ഉസ്താദ് പെരുമറ്റത്ത് ജോലി ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രസംഗിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ കുത്താൻ വന്നു, കൊല്ലാൻ വേണ്ടി വന്നു. പക്ഷെ റഫീഖ് എന്ന് പറയുന്ന സഹോദരൻ KKM സാജി ഉസ്താദിനെ തടുത്തതിന്റെ പേരിൽ ആ റഫീഖ് എന്ന സഹോദരൻ മരണപ്പെട്ടു. അല്ലാഹു തആല ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. SSFന്റെ പ്രവർത്തകൻ. കാരണം ഗുണ്ടായിസമാണ് കള്ളത്തരീക്കത്തിന്റെ പ്രധാന അജണ്ട. തെറി പറയുക, കംപ്ലീറ്റ് വായയിൽ നിന്ന് അനാവശ്യമായ വാക്കുകൾ വീഴുക, ഇതാണ് സത്യത്തിൽ ഈ കള്ളത്തരീക്കത്തിൽ കുടുങ്ങിയാലുള്ള കേട്. നല്ല തരീക്കത്തിലൊക്കെ കൂടിയ ഒരു ദിക്ർ ചൊല്ലലും അവരുടെ എല്ലാ ഔറാദുകളും ഇജാസത്ത് മേടിച്ച് ലൈസൻസ് മേടിച്ച് ചൊല്ലി അതിന്റെ വലിയ ആളുകളാകണം, കിതാബ് മനസ്സിലാക്കി. പക്ഷെ ഇതൊക്കെ കംപ്ലീറ്റ് തട്ടിപ്പാണെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, പേരോട് ഉസ്താദ് തുടങ്ങിയ നമ്മുടെ പണ്ഡിതന്മാർ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കിയിട്ട് അങ്ങ് അപ്പീസ് പൂട്ടിക്കഴിഞ്ഞപ്പോ സത്യത്തിൽ ഇവർ പണ്ഡിതന്മാരിടയിൽ AP ഉസ്താദിന്റെയും പൊന്മള ഉസ്താദിന്റെ ഇടയിലൊക്കെ ഭിന്നിപ്പുണ്ടാക്കാൻ കുറെ ശ്രമിച്ചു. കാരണം ഈ വിഷയത്തിൽ വലിയ കഴിവുള്ള ആളാണ് അബ്ദുൽ നൌഷാദ്. നൌഷാദ് അക്കാര്യത്തിൽ, രാമന്തളിയും അക്കാര്യത്തിൽ വലിയ കഴിവുള്ള ആളാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഭിന്നിപ്പുണ്ടാക്കിയിട്ട് തമ്മിൽ തല്ലിപ്പിക്കുക, എന്നിട്ട് അതിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വളരെയധികം വിദഗ്ധമായി. കാരണം അല്പം പോലും ഉള്ളിൽ ഈമാനില്ലാത്ത വ്യക്തിത്വം നമുക്കൊക്കെ വ്യക്തമായിട്ടറിയാം. ഞങ്ങളെ നാട്ടിന്റെ അടുത്ത് കുറ്റൂര് നിന്നിരുന്നതല്ലേ. അവര് സുന്നത്തി ജമാഅത്തിനെതിരെ വരുന്ന ശത്രുക്കളോട് ഗണ്ണിക്കും എന്നല്ലാതെ
ജീവിതത്തിൽ അതൊന്നും പാലിച്ചിട്ടില്ല എന്നത് വളരെ സത്യമാണ്. അപ്പോ നിലനിൽപ്പ് വേണം, എവിടെങ്കിലും ഒന്ന് നിലനിൽപ്പ് വേണം. കാരണം ഈ കുത്തിത്തിരിപ്പായിട്ട് സംഘടനയിൽ നടക്കില്ല എന്ന് കണ്ടപ്പോ സംഘടനയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയപ്പോ എവിടെങ്കിലും ഒരു പിടിച്ചു നിലവാണല്ലോ. അതിനുവേണ്ടി ഈ കള്ളന്റെ കൂടെ കൂടിയതോടുകൂടെ നൗഷാദിന്റെ സ്വഭാവം മാറി, സംസാരം മാറി, എല്ലാം ചേഞ്ചായി. നൗഷാദ് തന്നെ ഓന്റെ കേസറ്റുകളൊക്കെ കേട്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ കുഞ്ഞായ്മതും ഇവരൊക്കെ ധിക്കാരമാണ്, ഗുണ്ടാ സംവിധാനമാണ് എല്ലാവരുടെടുത്തും. അള്ളാഹുവിന്റെ ദീനി ഇല്ലാമൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, ശുദ്ധിയുള്ള കൽബുമായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെല്ലേണ്ട ആളുകൾ ഈ ഗുണ്ടായിസവും തെറിയും പറഞ്ഞിട്ട് എന്ത് തെരിയക്കത്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ അതെന്നതിന് പിന്മാറൂല. കാരണം അത് ആത്മീയമായ ഒരു കെണിയിൽ പെട്ടുകഴിഞ്ഞാൽ അത് കള്ളനാണെന്ന് അറിഞ്ഞാലും അവർ പിന്മാറൂല. കളന്തോട് ഒരു തങ്ങളുണ്ടായിരുന്നു കള്ളത്തെരീക്കത്ത്. അദ്ദേഹം സ്ത്രീകളെ കെട്ടിപ്പിടിക്കുമ്പോ ഞാൻ ചോദിച്ച ഒരാളോട്, അവിടുത്തെ ഒരു മുരീദിനോട്, അതെന്താ തെറ്റല്ലേ? അപ്പൊ പറഞ്ഞെന്താ വെച്ചാൽ അത് നമ്മളെ കാഴ്ചപ്പാടിൽ പെണ്ണായി തോന്നുകയാണ്, അത് മഹാന്മാരെയാണ് ആ കെട്ടിപ്പിടിക്കണത്. ഈ നൗഷാദും പറഞ്ഞല്ലോ ലാ ഫർഖ ബൈനൽ റിജാലി വന്നിസാ, ഷെയ്ഖിന്റെ അടുക്കൽ അതൊന്നും ഒരു വിഷയമല്ല. ഇതുപോലെ തട്ടിപ്പുകളും നടത്താൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് സത്യത്തിൽ ഇതിലൊക്കെ പെട്ടുപോയ ആളുകൾ ഒന്നുകൂടി പുനർചിന്തനം നടത്തി ഈമാനിക ആവേശത്തോടുകൂടെ മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കണം, അതിനുവേണ്ടി ശ്രമിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.